മോഹൻ സിംഗിൻ്റെ മോളും മുൻ ഭാര്യയുമാണ്. ബന്ധം ഒഴിഞ്ഞു. അവളാണെന്ന് തോന്നുന്നു. This is my house. Here I am. പണ്ട് കുറേ കാര്യങ്ങൾ നടന്നായിരുന്നു. എൻ്റെ മാളൂനെ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പം 2004-ലാണ് ഞാൻ പ്രഗ്നൻ്റായി. അന്നേരം 1-2 മാസമായി. അന്നേരം ഞാൻ EDSS സൊല്യൂഷൻസിൽ എറണാകുളത്ത് മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഈ പ്രീത എന്ന് പറയുന്നവളും ബിജു പി എന്ന് പറയുന്നവനും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അവൾക്ക് മാലിക് ദിനാറിൽ എന്തോ ഫാർമസിസ്റ്റായിട്ട് കിട്ടിയ DPharm അതാണ്ട് പഠിച്ചിട്ട് നിൽക്കുകയുള്ളൂ, BPharm ആയിരിക്കുമെന്ന് എന്നൊക്കെയാണ് പറയുന്നത്, നമുക്കൊന്നും അറിയത്തില്ല. കിട്ടിയതുകൊണ്ട് മാലിക് ദിനാറിൽ പോകണം, കാസർഗോഡ്. ഞാനും ചെല്ലണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇവന്മാർ ടിക്കറ്റുമായിട്ട് വന്നു. ടിക്കറ്റ് തത്കാലിലാണ് ടിക്കറ്റ്. എനിക്കൊന്നും അറിയത്തില്ല. അപ്പം നമ്മൾ ട്രെയിനിൽ കയറി എറണാകുളത്ത് നിന്ന്. ഇവനും ഇവളും കൂടെ മാവേലിക്കരയിൽ നിന്നും കയറി. ട്രെയിൻ എറണാകുളത്തെത്തി. നമ്മൾ എറണാകുളത്തു നിന്ന് കയറി. അപ്പം ഇവനും കൂടെ പറയാൻ തുടങ്ങി നമ്മളോടൊരു ഒരു ID കാർഡ്, ഒരു ID കാർഡ് കാണിച്ചിട്ട്, ഈ ID കാർഡ് വെച്ചാൽ ഞങ്ങൾ തത്കാലിൽ ടിക്കറ്റ് എടുത്തത്, ചിലപ്പോൾ നമ്മളെ ഇറക്കും ഇടുമായിരിക്കും, അങ്ങനെയൊക്കെയാണ്, അതായത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏതാണ്ടൊക്കെ വലിയൊരു എക്സാജറേറ്റ് ചെയ്തൊരു കഥയൊക്കെ ഉണ്ടാക്കി ഇവനും ഇവളും കൂടെ, ബിജു പിയും പ്രീത എസ് പണിക്കറും കൂടെ. എന്നിട്ട് അന്നേരം അതിന് ഓപ്പോസിറ്റിലൊരു വികലാംഗൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ ഇങ്ങനെ എണീറ്റ് പോകുന്നതും കണ്ടു. അപ്പോൾ ഇവരിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇവനിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കേൾക്കാൻ വേണ്ടിയിട്ടും കൂടാണ് പറയുന്നത് പോലെ. ഇതെല്ലാം സെറ്റപ്പാണ്. അപ്പോൾ ഇറങ്ങിപ്പോയിട്ട് ഇവൻ തിരിച്ചു വരുന്നത് TTRുമായിട്ടാണ്. TTR വന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ ഇത് കാണിക്കാനെന്ന്. ID കാർഡ് റെഡിയല്ല, പ്രൂഫ് ശരിയല്ല എന്നും പറഞ്ഞുകൊണ്ട് ഇവൻ, നിങ്ങൾ ഇറങ്ങണം, നെക്സ്റ്റ് സ്റ്റോപ്പ് ആലുവ, അവിടെ ഇറങ്ങണം. ഇറങ്ങി ജനറലിൽ കയറണം. അപ്പം നിങ്ങൾക്ക് അറിയാമോയെന്നറിയില്ല, നിങ്ങൾക്ക് തിരക്കിയാൽ മതി. അന്ന് 2004 മംഗലാപുരത്തോട്ട് പോകുന്ന ട്രെയിൻ, മലബാർ എക്സ്പ്രസ്സിൽ പോകാൻ ട്രെയിനിൽ ജനറലിൽ കയറാൻ ഒരു ഇഞ്ച് സ്ഥലം കാണത്തില്ല. ഞാൻ മംഗലാപുരത്ത് പഠിച്ചാണ്, SDM ലോ കോളേജിലാണ് പഠിച്ചത്. ശ്രീ ധർമ്മസ്ഥല മഞ്ജുനാഥേശ്വര ലോ കോളേജ്, നമ്മുടെ വീരേന്ദ്ര ഹെഗ്ഡെയുടെ കോളേജാണത്. അദ്ദേഹത്തിൻ്റെ കോളേജിലാണ് ഞാൻ പഠിച്ചത്. നിങ്ങൾക്ക് തിരക്കി നോക്കാം വീരേന്ദ്ര ഹെഗ്ഡെയെക്കുറിച്ചും ആ കോളേജിനെക്കുറിച്ചും ഒക്കെ. അവിടെയാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ എങ്ങനെയാണെന്നും കോളേജ് എങ്ങനെയാണെന്നും എങ്ങനെയൊക്കെയാണെന്നും നിങ്ങൾക്ക് നല്ലപോലെ ശരിയായിട്ട് തിരക്കാൻ പറ്റും. SDM ലോ കോളേജ് എന്ന് പറഞ്ഞാൽ ശ്രീ ധർമ്മസ്ഥല മഞ്ജുനാഥേശ്വര ലോ കോളേജ്. ശ്രീ ധർമ്മസ്ഥല എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അവിടുത്തെ ഇതാണ് ഈ വീരേന്ദ്ര ഹെഗ്ഡെയാണ് അതിൻ്റെ ഹെഡ്. അങ്ങനെ അപ്പോൾ എനിക്കിതെല്ലാം അറിയാം. ട്രെയിനിൽ ഇറങ്ങി കയറിയാൽ ഒരു ഇഞ്ച് സ്ഥലം കാണാം. എന്ന് വെച്ചാൽ ഇവിടുന്ന് മാവേലിക്കരയിൽ നിന്ന് കയറിയാൽ പോലും നമുക്ക് ജനറലിൽ കയറിയാൽ ഇരിക്കാൻ സീറ്റ് കിട്ടത്തില്ല. അങ്ങനെയാണ്, അങ്ങനത്തെ സ്ഥിതിയാണ്. അതുകൊണ്ട് ഞാനവിടെ ഇരുന്നു. അപ്പോൾ ഇവൻ TTR എന്ന് പറഞ്ഞാൽ ഇറങ്ങിക്കയറണമെന്ന്, ജനറലിൽ പോകണം. TTR പിന്നെയും വന്ന് ഞങ്ങൾ ഇറങ്ങിയോ ഇല്ലയോ എന്നറിയാം. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഇറങ്ങുന്നില്ല. ഇവനും ഇവിടെ അങ്ങ് വിളിക്കുക ഇറങ്ങാൻ. ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ ഇറങ്ങുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ അവിടെ തന്നെ ഇരുന്ന്. എന്നിട്ട് നമ്മുടെ TTR പിന്നെയും വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇറങ്ങുന്നില്ല, എന്തായാലും ഞാൻ ബോംബ് വയ്ക്കാനൊന്നും പോവല്ല, ഞാൻ കാസർഗോഡ് വേണ്ടേ, ഇവൾക്ക് ഏതാണ്ട് മാലിക് ദിനാറിൽ പോകണം, അതിന് പോവാണെന്ന് പറഞ്ഞു, അല്ലാതെ വേറെങ്ങും പോവല്ലെന്ന് പറഞ്ഞു. അങ്ങനെ മാലിക് ദിനാറിൽ പോവാണെന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെയായിരുന്നു. നമ്മൾ ബോംബ് വയ്ക്കാനൊന്നും പോലെ നമ്മൾ ഇതിന് പോവാണെന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? എന്നിട്ട് എന്ത് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ,
അപ്പം നമ്മുടെ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾക്ക് ഞാൻ എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്കിത് ബ്ലാക്കിൽ വിൽക്കാനല്ലേ, അത് ഞാൻ സമ്മതിക്കത്തില്ല. നിങ്ങളൊരു കാര്യം ചെയ്യ്, ഇവിടെ ഒരു സീറ്റ് താ, ഞങ്ങൾക്ക് നിങ്ങളിത് ആർക്കും കൊടുക്കുന്നില്ലെന്ന് എനിക്കത് കാണണം, അങ്ങനെ കാശുണ്ടാക്കണ്ട, ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കണം എന്ന് പറഞ്ഞു. അപ്പോഴത്തേന് അയാളിത് കേട്ടപ്പോൾ ഞാനും വക്കീല ഇത് എഴുതി തന്നേക്കാരെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് അയാൾ അയാളുടെ ബോട്ടിന് പോയി സുഖമായിട്ട് അവിടെ കയറി കിടന്ന് ഉറങ്ങി. ഇവരുടെ പരിപാടി എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ അതിനകത്ത് കയറ്റിയൊക്കെ നിർത്തിയിട്ട് എൻ്റെ പ്രഗ്നൻസി അബോർട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഇവരും കൂടെ വന്നത്. പ്രീതായസ് പണിക്കർ ഈ ബിജുപി എന്ന് പറയുന്നവനും വന്നത്. അങ്ങനെ പല കാര്യങ്ങൾ ചെയ്തു. പിന്നെ ഇവള് അവിടെ മാലിക് ദിനാറിൽ ജോലി ചെയ്തെന്നാണ് പറയുന്നത്. എന്നിട്ട് കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ ഇവക്ക് എം ഫാമിന് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പിന്നെ നമ്മളെ വിളിച്ച് അവിടെ പോയി തിരിച്ചു വരാൻ. ഇതെല്ലാം നമ്മളെ കൊണ്ട് ഈ കാസർഗോഡ് വരെ അങ്ങ് യാത്ര ചെയ്യിപ്പിക്കുക. അവിടെ പോയി തിരിച്ചു വരുന്ന വഴിക്ക് ഭയങ്കര ബന്ധുവൊക്കെയാണ്. എന്നിട്ട് ബസ്സിനൊക്കെയാണ് വന്നിട്ടൊന്നും ദൈവം നമുക്ക് സംഭവിപ്പിച്ചില്ല, ഒരു കുഴപ്പവും സംഭവിപ്പിച്ചില്ല. അത് കഴിഞ്ഞ് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾ പിന്നെ എം ഫാമിന് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് അഡ്മിഷനൊക്കെ എടുത്തെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കൊന്നും അറിയത്തില്ല. എന്നിട്ട് തിരിച്ച് വന്നേച്ച് എന്തുവാ കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നങ്ങ് ഇരിക്കുക, പരീക്ഷയാണെന്നും പറഞ്ഞുകൊണ്ട് ഏതാണ്ട്. എന്നിട്ട് അങ്ങ് വായനയാണ്. എന്നിട്ട് നമ്മളെ അങ്ങ് ക്രാസ് ചെയ്യുക. ഞാനപ്പോൾ MBA ചെയ്യുന്നുണ്ടായിരുന്നു. MBA പഠിക്കടി, നീ എന്തുവാടി ചുമ്മാതിരിക്കുന്നത്, ഏതാണ്ട് വലിയ ദീനമാണെന്ന് പറഞ്ഞുകൊണ്ട് എന്തുവാടി ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് വലിയ ക്രാസായിരുന്നു ഇവൾ നമ്മളോട്. നമ്മൾ പ്രഗ്നൻ്റ് ആണ്, പഠിക്കടി, മറ്റേത് ചെയ്യടി, മറിച്ചേത് ചെയ്യടി, നീ എന്താടി. എന്നിട്ട് ഓണം വന്നപ്പോഴത്തേക്ക് എന്തുവാടി നീ അങ്ങ് കുത്തിയിരിക്കുന്നത്, ജോലി ചെയ്യടി, നിനക്കെന്താടി ജോലി ചെയ്താലും നിന്നെ ഇതാന്ന് പറഞ്ഞ് നമ്മളെ അങ്ങ് ഇതാക്കുക. നമ്മുടെ ദേഹത്തൊക്കെ നീര് ഇവൾ വന്ന് ഏതാണ്ടെല്ലാം അങ്ങ് കലക്കിത്തരുക. നമുക്ക് കലക്കിത്തന്ന നീരും നമ്മുടെ കൊച്ചിനെ എങ്ങനെയെങ്കിലും കൊല്ലണം ഇവൾക്ക്. അതാണ് ഇവളുടെ ഉദ്ദേശം മുഴുവൻ. അതെല്ലാം കലക്കിത്തന്ന് നമ്മളെ കൊണ്ട് ഇങ്ങനെ എല്ലാം ചെയ്യിപ്പിക്കുക. നമ്മുടെ കാലിലെ നീരൊക്കെ കാണുമായിരുന്നെന്ന് ഈശ്വരൻ പോലും പൊറുക്കത്തില്ല. ഇവൾ അത്ര പിശാചിനിയാണ്. ഇവളെ ഭർത്താവിനെ കൊന്നു തിന്ന പിശാചിനിയാണ് ഇവൾ. പാവം പിടിച്ച ഒരു ബ്രാഹ്മണനെ കൊന്നു തിന്നതാണ് ഇവൾ. അതുപോലത്തെ പിശാചിനി. ഇതുപോലൊരു പിശാചിനിയെ കാണാൻ കിട്ടത്തില്ല ഇവൾ കാശിനില്ല. അവൻ സുബ്രഹ്മണ്യൻ്റെ കൂട്ട് 3 കോടിയൊക്കെ അടിച്ച് മാറ്റി ഇവൾ നടക്കുക. ഇവൾക്ക് എന്നെ വെച്ച് 3 കോടി വേണമെന്ന് പറഞ്ഞ് ഇവളിങ്ങനെ അങ്ങ് നടക്കുക. സത്യത്തിൽ ഇതുപോലത്തെ പിശാചിനികളുണ്ടോ ഈ ലോകത്ത്, ഭഗവാനെ കൃഷ്ണ. അങ്ങനെ എന്നിട്ട് എന്തായാലും നമ്മളെന്തായാലും കൊച്ചിനെ പ്രസവിച്ചു. കൊച്ചിനും കുഴപ്പമില്ല, എനിക്കും കുഴപ്പമില്ല. ഈശ്വരൻ എന്ന് പറയുന്ന ആൾ, ഞാൻ പണ്ട് എന്നോടൊരിക്കലും ഒരു സാറ് കഥ പറഞ്ഞു, ദൈവാധീനം ഉണ്ടെങ്കിൽ ഒന്നും സംഭവിക്കത്തില്ലെന്ന്. കാരണം ചന്ദ്രമോഹൻ ദാസ് എന്ന് പറയുന്ന ഒരു സാറായി കഥ പറഞ്ഞു തന്നത്. പണ്ട് ദേവന്മാരും അസുരന്മാരും കൂടെ യുദ്ധം ഉണ്ടായപ്പം അസുരന്മാരുടെ നമ്മുടെ പ്രഹ്ലാദൻ്റെ അച്ഛൻ, അപ്പോൾ യുദ്ധം ഉണ്ടായി. അപ്പം പ്രഹ്ലാദൻ്റെ അമ്മ പ്രഹ്ലാദനെ പ്രഗ്നൻ്റാണ്. അപ്പം പ്രഹ്ലാദനെ അറിയാമല്ലോ, ഭയങ്കര നാരായണ ഭക്തനാണ്. അപ്പോൾ അതിനെയാണ് അവർ പ്രഗ്നൻ്റായിട്ടിരിക്കുകയാണ്. അപ്പം ഈ നമ്മുടെ നാരദർ വന്നിട്ട് അവരുടെ കയ്യെ പിടിക്കും. എന്നിട്ട് ഈ കുഞ്ഞിനെ അവരെയും കൂടെ കൊല്ലാനായിട്ട് നോക്കും. നാരദ മഹർഷി വന്നിട്ട് പറയും, അതിനെ അങ്ങ് വിട്ടേക്ക്, നീ എന്ത് വിചാരിച്ചാലും ഒന്നും നടക്കത്തില്ല, അത് ദൈവാധീനമുള്ള കുഞ്ഞാണെന്ന് പറയും. എന്ന് പറഞ്ഞിട്ട് അന്നേരം ഈ നമ്മുടെ ദേവേന്ദ്രൻ വിട്ടിട്ട് പോവും. പിന്നെ അറിയാമല്ലോ കഥകളൊക്കെ നിങ്ങൾക്കറിയാം. അപ്പം അങ്ങനെയാണ്, ഈശ്വരാധീനം ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നാണ്. ഇവർക്ക് പലതും ചെയ്യണമെന്ന് ഒത്തിരി ഉണ്ടായിരുന്നു. എൻ്റെ അമ്മയെന്ന് പറയുന്ന ആൾ ഭയങ്കര പാർഷ്യാലിറ്റിയുടെ ആളാണ്. ഇവർക്കും ഭയങ്കര കള്ളിയാണ്. അതുപോലെ രാജമ്മയെന്ന് പറയുന്നവൾ ഇതുപോലെ തന്നെ ഭർത്താവിനെ കൊന്ന് കൊച്ചിനെയും കൊന്നവളാണ്. 10 മാസം കൊണ്ട് ഭർത്താവിനെ കൊന്നു. കല്യാണം കഴിച്ച് വെറും 10 മാസം. അപ്പം പ്രഗ്നൻ്റ് ആയിരുന്നു. പിന്നെ കൊച്ചിനെയും കൊന്നു. 1.5 വർഷം കൊണ്ട് എല്ലാത്തിനെയും റെഡിയാക്കി അവൾ വീട്ടിൽ വന്നു. അത്ര കള്ളിയാണ് അവൾ. ഇതുപോലത്തെ കുറേ കള്ളക്കുടുംബം. പിന്നെ നിങ്ങൾ തിരക്കിയാൽ മതി, പന്തളത്തെ വല്യത്ത് വീട്ടിലെ കേടികളെക്കുറിച്ച് തിരക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പന്തളത്തെ ഇവളുമാരോട് പിടിച്ചു നിൽക്കണമെങ്കിലേ അയ്യോ ഭയങ്കര ഇവളുമാർ. ഒരു ശാന്തയെന്ന് പറയുന്ന വള്ളിക്കോട്ടൊരുത്തിയുണ്ട്. നിങ്ങൾ ചെന്ന് തിരക്കിയാൽ മതി. എന്നോട് എൻ്റെ റിലേറ്റീവ്സ് തന്നെ പറഞ്ഞത്, എന്തുവാ വള്ളക്കാരൻ പോലും അവളെ കയറ്റത്തില്ലെന്ന് പറഞ്ഞത്. വള്ളക്കാരൻ പോലും അത്ര കേടിയ, നമ്പർ 1 അതുപോലെ നമ്മളെ പീഡിപ്പിച്ച് ഇവളുമാർ.